നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കൊപ്പം പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ വേദി പങ്കിട്ടത് BJP-ക്കുള്ളിൽ പുകയുകയാണ്. ഇതിനെതിരെ ഇപ്പോൾ പാർട്ടി ജില്ലാ നേതൃത്വം അടക്കം പ്രതികരണം ഒരു നടപടിയിലേക്ക് കടക്കുമെന്ന തരത്തിലുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കൊപ്പം വേദി പങ്കിട്ട നഗരസഭാ ചെയർപേഴ്സനെ വെട്ടാനാണ് കൃഷ്ണകുമാർ പക്ഷത്തിന്റെ ഇപ്പോഴത്തെ നീക്കമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. രാഹുലിനൊപ്പം വേദി പങ്കിട്ട വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച ജില്ലാ കമ്മിറ്റി അടിയന്തര യോഗത്തിൽ പ്രവർത്തകർ പ്രമീള രാജിവെക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. പ്രമീളയുടെ രാജിക്കായുള്ള മുറവിളി ശക്തമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 18 പേര് പ്രമീള രാജിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രമീളയുടെ പ്രവൃത്തി പ്രവർത്തകരുടെ മനോവീര്യം തകർത്തതായാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന അഭിപ്രായം. രാഹുലിനെതിരെ സമരം ചെയ്ത കേസിൽ പ്രതിയായവരോട് പാർട്ടി എന്ത് മറുപടി പറയുമെന്നാണ് പ്രവർത്തകർ പ്രധാനമായും ഉന്നയിക്കുന്ന ചോദ്യം. ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം, അല്ലെങ്കിൽ ലൈംഗികാരോപണം നേരിട്ട MLA-ക്കെതിരെ BJP പ്രതിഷേധം ശക്തമാക്കുന്നു. അതിനിടയിലാണ് മറുവശത്ത് ഒരു BJP വനിതാ നേതാവ് തന്നെ രാഹുലിനൊപ്പം വേദി പങ്കിടുന്ന സാഹചര്യമുണ്ടായത്. വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് BJP. പ്രമീള രാജിവെക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. പ്രമീളയ്ക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ പാർട്ടി അച്ചടക്കം തകരുമെന്നതടക്കമുള്ള വിലയിരുത്തലാണ് നിലവിലുള്ളത്. മാത്രമല്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ ചെയ്തത് തെറ്റാണെന്ന് പ്രമീള ഏറ്റുപറയണമെന്ന ഒരാവശ്യവും കൂടി, ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെറ്റാണെന്ന് പറഞ്ഞ് പരസ്യ പ്രതികരണം നടത്തിയില്ല എങ്കിൽ രാജിവെച്ച് ഒഴിയണം. പ്രമീളയ്ക്ക് അടുത്ത തവണ സീറ്റ് നൽകരുതെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. 23 പേർ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും പ്രമീള ശശിധരൻ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. പ്രമീളയ്ക്കെതിരെ കരുനീക്കങ്ങൾ ശക്തമാകുന്നു. പ്രമീളയുടെ രാജി തന്നെ ആവശ്യപ്പെടുകയാണ്. എന്തായാലും പ്രമീളയെ സ്ഥാനത്തു നിന്ന് വെട്ടുക എന്നൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സംസ്ഥാന നേതൃത്വം പ്രമീളയോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. പരിപാടിയിൽ പങ്കെടുത്തത് എന്തിനെന്ന് പ്രമീള ശശിധരൻ വ്യക്തമാക്കണം. സംഭവത്തിൽ BJP സംസ്ഥാന അധ്യക്ഷനും അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പ്രമീളയ്ക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് C. കൃഷ്ണകുമാറും ജില്ലാ അധ്യക്ഷനും ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ എന്ത് നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. പ്രമീള അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്നാണ് ജില്ലാ നേതൃയോഗത്തിൽ കൃഷ്ണകുമാർ പക്ഷത്തിന്റെ വാദം. പക്ഷേ ഇങ്ങനെ പ്രമീളയ്ക്കെതിരെ നടപടി വേണം, അല്ലെങ്കിൽ പ്രമീള രാജിവെക്കണം, പ്രമീള ഇത്തരത്തിൽ മാപ്പ് പറയണം എന്നടക്കമുള്ള ആവശ്യം ഒരു വശത്ത് ശക്തമാകുമ്പോൾ ഇത്തരത്തിൽ നടപടി എടുത്താൽ അത് വരുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകും എന്ന ഒരു വിലയിരുത്തൽ കൂടി ഒരു വശത്തുണ്ട്. എന്തായാലും BJP-യിലെ വിഭാഗീയത മുതലെടുക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ BJP-ക്കുള്ളിലുള്ള വിഭാഗീയത, അത് കോൺഗ്രസ് ഈ ഒരു സാഹചര്യം മുതലെടുക്കും. പ്രമീള ശശിധരനെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകാനാണ് സാധ്യത. പാലക്കാട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രമീള ശശിധരനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്നതും ഏറ്റവും ശ്രദ്ധേയം. വികസന പ്രവർത്തനം എന്ന നിലയിലാണ് പരിപാടിയിൽ പങ്കെടുത്തത് എന്നായിരുന്നു പ്രമീള ശശിധരന്റെ മറുപടി. പാർട്ടി എന്ത് നടപടി എടുത്താലും സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു. വാർഡ് കൗൺസിലറാണ് പരിപാടിയിലേക്ക് വിളിച്ചത്. പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശം പാർട്ടി തന്നിട്ടില്ല. രേഖാമൂലമോ വിളിച്ചറിയിക്കുകയോ ചെയ്തിട്ടില്ല എന്നും പ്രമീള കൂട്ടിച്ചേർത്തു. തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാൻ തയ്യാറാണെന്നും പ്രമീള പറഞ്ഞു. എന്നാൽ താൻ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരില്ല എന്നും പ്രമീള മറുപടി നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടത്. നഗരത്തിലെ സ്റ്റേഡിയം ബൈപ്പാസ് റോഡ് ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു സംഭവം. രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ലെന്നായിരുന്നു BJP-യുടെ നിലപാട്. രാഹുൽ പാലക്കാട് പൊതുപരിപാടിയിൽ പങ്കെടുത്ത ഘട്ടങ്ങളിൽ BJP വ്യാപക പ്രതിഷേധം അഴിച്ചുവിട്ടിരുന്നു. ലൈംഗിക അതിക്രമ ആരോപണം ഉയർന്നതിനു പിന്നാലെ രാഹുൽ മണ്ഡലത്തിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും വിട്ടിരുന്നു. അടുത്തിടെയാണ് പരിപാടികളിൽ സജീവമായത്. അതേസമയം കഴിഞ്ഞ ദിവസം BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ ഒരു പ്രതികരണം വന്നിരുന്നു. രാഹുലുമായി നഗരസഭാ അധ്യക്ഷ വേദി പങ്കിടാൻ പാടില്ലായിരുന്നു എന്നാണ് പ്രശാന്ത് ശിവൻ പ്രതികരിച്ചത്. നഗരസഭാ അധ്യക്ഷൻ ചെയ്തത് അരുതാത്ത കാര്യമാണ്. രാഹുലിനൊപ്പം അവർ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. പ്രമീള ശശിധരന് തെറ്റുപറ്റി. അവർ ചെയ്തത് പാർട്ടി വിരുദ്ധ നിലപാടാണ്. സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഉചിതമായ നടപടി അവർ സ്വീകരിക്കുമെന്നും പ്രശാന്ത് ശിവൻ വ്യക്തമാക്കുകയുണ്ടായി.
എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും BJP വ്യക്തമാക്കി. അതിനോടനുബന്ധിച്ച് ഇപ്പോഴും പ്രതിഷേധം നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം BJPയുടെ ഒരു പ്രവർത്തകരും വേദി പങ്കിടരുതെന്നും അദ്ദേഹവുമായി സഹകരിക്കരുത് എന്നതുമാണ് പാർട്ടിയുടെ നിലപാട്. അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പാർട്ടി പിന്നോട്ട് പോയിട്ടില്ല. രാഹുൽ രാജിവെക്കണം എന്നതാണ് തങ്ങളുടെ ആവശ്യമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. എന്തായാലും രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്ന BJP നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടായിരുന്നു പ്രമീള ശശിധരന്റെ വേദി പങ്കിടൽ. എന്തായാലും തന്റെ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാവുകയാണ്. NSS പരിപാടിയിൽ മുഖ്യാതിഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരുന്നു. മുണ്ടപ്പള്ളി 1300 NSS സംഘടിപ്പിച്ച കുടുംബ സംഗമം പരിപാടിയിലായിരുന്നു രാഹുൽ പങ്കെടുത്തത്. വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു NSS പരിപാടിയിൽ പങ്കെടുക്കുന്നത്. NSS അടൂർ താലൂക്ക് യൂണിയന്റെ ചെയർമാൻ ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയായിരുന്നു ഈ പരിപാടി നടന്നത്. 19 വിവാഹങ്ങൾ ഒഴിവാക്കിയിട്ടാണ് കുടുംബ സംഗമത്തിൽ എത്തിയതെന്ന് രാഹുൽ പറഞ്ഞു. കരയോഗത്തിന്റെ ഭാരവാഹികൾ എല്ലാ വീടുകളിലും എത്തി ക്ഷണിക്കുന്നത് പോലെ തന്നോട് പറഞ്ഞിരുന്നു. അതിനാൽ താനും ഒരു ഒഴുക്കമട്ടിലാണ് വരാമെന്ന് കരുതിയതെന്നും എന്നാൽ പരിപാടിയുടെ നോട്ടീസ് കണ്ടപ്പോഴാണ് മുഖ്യ അതിഥിയാണെന്ന് അറിഞ്ഞതെന്നും രാഹുൽ പറഞ്ഞു. ഇത്രയും ദിവസം പാലക്കാടായിരുന്നു. ഞായറാഴ്ച ആയിരുന്നിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് പത്തനംതിട്ടയിൽ എത്തിയതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരുന്നു. കന്നി കഴിഞ്ഞു. തുലാമാസത്തിലെ ആദ്യ ഞായറാഴ്ചയായിരുന്നു കഴിഞ്ഞത്. അന്ന് പങ്കെടുക്കേണ്ട 19 കല്യാണം ഒഴിവാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നും വൈകുന്നേരം കല്യാണം നടക്കുന്ന വീടുകളിൽ എത്തണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞിരുന്നു. അതേസമയം ലൈംഗിക ആരോപണത്തിന് പിന്നാലെ മാറി നിന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപകാലത്ത് വീണ്ടും മണ്ഡലത്തിൽ സജീവമാവുകയാണ്. നേരത്തെ KSRTC ബസിന്റെ ഉദ്ഘാടനത്തിനും റോഡ് ഉദ്ഘാടനത്തിനും MLA പങ്കെടുത്തിരുന്നു. എന്നാൽ ഇവിടെയെല്ലാം തടയുമെന്ന നിലപാടിലായിരുന്നു CPM-ഉം BJP-യും. സംഭവത്തിൽ BJP-യിൽ അമർഷം പുകഞ്ഞിരുന്നു. പ്രത്യേകിച്ച് BJP വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർത്തിയത്. ബാനർ ഉയർത്തുന്നു, MLA പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് വെല്ലുവിളി മുഴക്കുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുക, പക്ഷെ ഒരു MLA എന്ന രീതിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന വീരവാദങ്ങൾ മുഴക്കുന്നു. മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമാക്കുകയായിരുന്നു BJP. അതിനിടയിലാണ് BJPയുടെ വനിതാ നേതാവ് ഇത്തരത്തിലൊരു രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിടുന്ന തരത്തിലുള്ള ഒരു പ്രതിരോധം പാർട്ടിക്കുള്ളിൽ തീർത്തിരിക്കുന്നത്. എന്തായാലും ഇതൊരു വലിയ പ്രമീള പാർട്ടിക്ക് നാണക്കേടാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ കോർ കമ്മിറ്റിയിൽ അടക്കം ഉയർന്നിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രമീള ശശിധരന്റെ പ്രവൃത്തി സ്ത്രീ വിരുദ്ധതയെന്നും നേതാക്കൾ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.